ഓപ്പൺ ചെയ്യട്ടെ? നോക്ക്, മണത്ത് നോക്കുക. നമ്മുടെ അണ്ണാന്റെ കൂട്ടിലോ നമ്മുടെ കുളത്തിലോ അരാപ്പയ്മയുടെ വെള്ളത്തിലോ ഇതിന്റെ അറ്റത്ത് 3 ക്യാമറകളാണുള്ളത്. കിളികളിലൊക്കെ കൂടിനകത്ത് നമ്മൾ ഈ ഒരു ക്യാമറ ഇട്ട് നോക്കും കേട്ടോ. ജാവയുടെ കൂടാണ്. ഓ മൈ ഗോഡ് ഗൈസ്, ഇത് കുഞ്ഞാണത്. വലുത് വലുത് വലുത്. ഹലോ, അപ്പോൾ എല്ലാവർക്കും ഗുഡ് ഈവനിങ്. എൻ്റെ പേര് സെബിൻ സിറേഖ്. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഫിഷിംഗ് ഫ്രീക്ക്. എൻ്റെ കയ്യിൽ ഒരു ബോക്സ് ഉണ്ട്. ഇത് ഞാൻ അവിടെ UK നിന്ന് മേടിച്ചുകൊണ്ട് വന്നതാണ്. ഇതെന്താണെന്ന് ആർക്കെങ്കിലും എന്തെങ്കിലും ഐഡിയ ഉണ്ടോ? നമ്മുടെ കിളിക്കൂട്ടിലേക്ക് വേണ്ട അത്യാവശ്യം വേണ്ട ഒരു സാധനമാണ്. നിനക്ക് ഐഡിയ ഉണ്ടോ എന്താണ്? തുറന്നു നോക്കിയടാ. ഇതിനാവശ്യം എന്തെങ്കിലും ഐഡിയ? കൈ പിടിച്ച് നോക്കിയോ, തുറന്നു നോക്കരുത്. എന്തെങ്കിലും ഐഡിയ ഉണ്ടോ? കിളിക്കൂട്ടിലേക്ക് നമുക്ക് അത്യാവശ്യം വേണ്ട ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സാധനമാണ്. അങ്ങനെ മറിക്കാൻ പറ്റത്തില്ല, മനസ്സിലായോ? ഇല്ല. അമ്മയ്ക്ക് എന്തെങ്കിലും ഐഡിയ ഉണ്ടോ? ഇല്ല. ചേച്ചി ഇല്ല. പപ്പ പറഞ്ഞ സോളാർ ലൈറ്റ് അല്ലേ? ചാൻസ് ഉണ്ടെന്നാണ് പപ്പ പറഞ്ഞത്. സംഭവം ഞാൻ പൊട്ടിച്ച് കാണിച്ചു തരാം കേട്ടോ. ഇതിനെ ഈ ഒരു സൈഡിലോട്ട് വെക്കട്ടെ, ഇതിനെ അൺബോക്സ് ചെയ്യാം. അതിനുവേണ്ടി നമ്മുടെ കുറെ സബ്സ്ക്രൈബേഴ്സ് ചോദിച്ചാൽ ശോഭ എന്നാ ശോഭ ഇങ്ങനെ ഞാൻ പൊക്കട്ടെ. ശോഭ ഇതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ശോഭ ഒരു കുഴപ്പമില്ല, നല്ല മിടുക്കിയായിട്ടിരിക്കുന്നു. ശോഭയ്ക്ക് ഞങ്ങളിപ്പോൾ സെൽഫായിട്ട് ട്രെയിനിങ് ചെയ്യുന്നുണ്ട്. അതായത് ശോഭ നല്ല അടിപൊളിയായിട്ട് ഫെച്ച് ചെയ്യും കേട്ടോ. അതുപോലെ നമ്മളിങ്ങനെ ട്രെയിനിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ശോഭ എല്ലാവരും ഹായ് പറഞ്ഞേടി, എല്ലാവരും നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്കാൻ പറഞ്ഞേടി, എല്ലാവരും വീഡിയോ ഒന്ന് ലൈക്കാൻ പറഞ്ഞേടി. ശോഭനെ കാണാനായിട്ട് ഇവിടെ ഒരാൾ നോക്കിയിരിക്കുന്നതാണേ. ഇതുണ്ടോ? ശോഭനെ ഭയങ്കര ഇഷ്ടമാണ്. അതായത് ശോഭയുടെ നമ്മൾ മുറ്റത്ത് അഴിച്ചു വിട്ടിട്ട് ഇവനെ അവിടെ ഇരുത്തുവാണെങ്കിൽ ഫുള്ള് ശോഭനെ നോക്കിക്കൊണ്ടിരിക്കും. ശോഭയുടെ ഓരോ കാട്ടയൊക്കെ ഇട്ടിട്ട് ഭയങ്കര ചിരിയാണ്. നോക്കിയേ ശോഭ ഏറ്റവും വലുതെന്ന് വെച്ചാൽ നമ്മൾ ഇവനെടുത്ത് മടി വെച്ചിട്ട് ശോഭനെ അടിച്ചു. ശോഭ ഒരിക്കലും, അല്ലെങ്കിൽ ശോഭ നമ്മുടെ മടിയിൽ കയറും. ശോഭ ഒരിക്കലും നമ്മുടെ മടിയിലും കയറത്തില്ല. ഇത് തിരിക്കുന്നുണ്ടോ? ശോഭ നമ്മുടെ മടിയിലും കയറത്തില്ല. കൊച്ചിനെ മൈൻഡ് പോലും ചെയ്ത് ഇതാണേ. നോക്ക്, മണത്ത് നോക്കുക. അടുത്ത് വന്നേ ഉള്ളു. ശോഭ ഇതാണേ. നോക്കിയായിരുന്നു. ശോഭയ്ക്ക് അറിയാം കേട്ടോ, പിള്ളേരെ കറക്റ്റ് ആയിട്ട് അറിയാം. പിള്ളേരെ എങ്ങനെ, നമ്മുടെ അടുത്ത് ശോഭ ഭയങ്കര വഴക്കാണെങ്കിലും പിള്ളേരുടെ അടുത്ത് ശോഭ ഭയങ്കര ഡീസന്റ് ആണ് കേട്ടോ. നോപ്പേ, നമ്മുടെ അടുത്ത് വഴക്കല്ല, ആക്ച്വലി നമ്മുടെ അടുത്ത് ശോഭ ഭയങ്കരമായിട്ട് കിടന്ന് കുഞ്ഞു കളിക്കും കേട്ടോ. അപ്പൊ സംഭവം എന്താണെന്ന് ഞാൻ കാണിച്ചു തരാം. ഇനി ഞാനിത് തുറക്കാം. ഓപ്പൺ ചെയ്യട്ടെ? സോറി, തിരിച്ചായിരുന്നു ഓപ്പൺ ചെയ്യണേ. ഇതിന്റെ മേലിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഇത് കണ്ടല്ലോ, ടെസ്റ്റ് ലോങ് എന്ന് എഴുതിയിട്ടുണ്ട്. ബാക്കി ഇവിടെ ഒരു എൻഡോസ്കോപ്പ് എന്നും എഴുതിയിട്ടുണ്ട്. അപ്പൊ ആർക്കെങ്കിലും ഇവിടെ നേഴ്സിംഗുകാർ കുറച്ച് പേരുണ്ട് കേട്ടോ. ഒന്ന് ചേച്ചി, എൻഡോസ്കോപ്പ് പറഞ്ഞ ക്ലിക്കുണ്ടത്. അതായത് പപ്പ എപ്പോഴും നമ്മുടെ അടുത്ത് കംപ്ലൈന്റ് പറഞ്ഞൊരു സാധനമുണ്ട്. നമ്മുടെ അണ്ണാന് കുഞ്ഞുണ്ടാക്കി കഴിഞ്ഞാൽ കൈ ഇട്ട് കഴിഞ്ഞാൽ കുഞ്ഞുണ്ടോന്ന് അറിയാൻ പറ്റുമോ? ഇനി നമുക്ക് അതിനൊരു സൊല്യൂഷൻ ആണ് ഈ ഒരു ബോക്സിനകത്തുള്ളത്. ഞാനിത് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഡിവൈസ് ആണ് കേട്ടോ. അപ്പോൾ നല്ലൊരു സൂട്ട് കേസിനകത്താണ് വരുന്നത്. ഞാനിത് ഓപ്പൺ ചെയ്യുവാണ്. ഇതിനകത്ത് താഴെ ഒന്നും കളയുന്നില്ലേ, ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എന്തോ ഒരു സാധനം ഉണ്ട്. എന്താണെന്ന് എനിക്ക് അറിയത്തില്ല. ഇവിടെ തൽക്കാലം ഇരിക്കട്ടെ. പിന്നെ ഇതിന്റെ മാനുവൽ ഉണ്ട്. മാനുവൽ 5 പിടിച്ചു തൽക്കാലം. പിന്നെ ഇതിന്റെ ഒരു USB ചാർജിങ്, ഒരു C ടൈപ്പ് ചാർജർ ഉണ്ട്. പിന്നെ ഉള്ളത് ഇതിന്റെ മെയിൻ സാധനം. ഇതെന്താണെന്ന് ഞാൻ പറയാം. പിന്നെ ഇതിനകത്ത് ഇതിന്റെ യൂസർ മാനുവൽ, ഡിജിറ്റൽ ഇൻസ്പെക്ഷൻ സിസ്റ്റം എന്നാണ് ഇതിന്റെ പേര് കേട്ടോ. ഡിജിറ്റൽ ഇൻസ്പെക്ഷൻ സിസ്റ്റം. ഇത് കണ്ടല്ലോ, ഇപ്പൊ എല്ലാവർക്കും സംഭവം മനസ്സിലായി കാണും. ഇതാ നമ്മുടെ കിളികളുടെ കൂട്ടിലേക്ക് ഇറക്കി വിടാൻ പറ്റുന്ന ഒരു ക്യാമറയാണ്. ഇത്രയും നീളമുണ്ട് ക്യാമറയ്ക്ക്. ക്യാമറ എവിടെയെന്നല്ല എല്ലാവരും നോക്കുന്നത്. ഇപ്പം ഏതാ ക്യാമറ? ക്യാമറ ഏതാ? ഇതാണ് ക്യാമറ. ഇത്രയേ ഉള്ളു ക്യാമറ. ഇത് നമുക്ക് നമ്മുടെ കിളിക്കൂട്ടിലോ നമ്മുടെ അണ്ണാന്റെ കൂട്ടിലോ നമ്മുടെ കുളത്തിലോ അരാപ്പയ്മയുടെ വെള്ളത്തിലൊക്കെ ഇടാം. ഇത് വാട്ടർ പ്രൂഫ് ആയിട്ടുള്ള ഒരു ക്യാമറയാണ്. അതുകൂടാതെ നമ്മുടെ പറമ്പിലൊക്കെ എവിടെയെങ്കിലും എലിപ്പത്തൊക്കെ ഉണ്ട്, അതിന്റെ എലി ഉണ്ടെങ്കിലോ പാമ്പിന്റെ പൊത്തിലൊക്കെ നമുക്ക് ഇതിന് ഇത്ര നീളത്തിൽ കയറ്റി വിടാം. ഇപ്പൊ എല്ലാവരും വിചാരിക്കുന്നുണ്ടായിരിക്കും ഇതിന് എന്തോരം നീളം ഉണ്ടെന്നല്ലേ. ഇത്രയും നീളമുണ്ട്. ഏകദേശം ഒരു മമ്മി പറഞ്ഞാൽ ഏകദേശം ഒരു 5 മീറ്റർ ആയിരിക്കാൻ ചാൻസ് ഉണ്ട്. ഈ ഒരു എൻഡാണ് നമ്മൾ കണ്ട ആ ഒരു സ്ക്രീനിൽ കണക്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ വരുന്ന ഈ ഒരു നമ്മൾ പ്ലാസ്റ്റിക് കോട്ടിങ് നമ്മളങ്ങ് റിമൂവ് ചെയ്യുവാണ് കേട്ടോ. ഫുള്ള് നമ്മൾ പുറത്തെടുത്തിട്ടുണ്ട്. ഇത് കണ്ടല്ലോ, ഇതാണ് ക്യാമറ. ഇതിനകത്ത് എത്ര ക്യാമറ ഉണ്ടെന്ന് അറിയാം? ചെറിയൊരു വയറാണ്, പക്ഷെ ഇതിൽ 3 ക്യാമറ ഉണ്ട് കേട്ടോ. ഇതിന്റെ അറ്റത്ത് 3 ക്യാമറകളാണുള്ളത്. ഈ ഒരു കാണുന്ന ഡോട്ട് പോലത്തെ സാധനം ഒരു ക്യാമറ, അതിന്റെ ചുറ്റും കാണുന്ന യെല്ലോ ഒരു LED ലൈറ്റ് ആണ്. അതിനുശേഷം നിങ്ങൾ ഈ ഒരു സൈഡിൽ നോക്കുവാണെങ്കിൽ ഇവിടെയും ഒരു ക്യാമറ ഉണ്ട്. അതിന്റെ തൊട്ട് താഴെ ഒരു യെല്ലോ ലൈറ്റ്, അത് LED ആണ്. പിന്നെ ഇത് തൊട്ട് താഴെ ഇവിടെ. അപ്പോൾ അങ്ങനെ 3 ക്യാമറയാണ്. അപ്പോൾ നമ്മൾ ഇങ്ങനെ കയറ്റി വിടുവാണെങ്കിൽ നമുക്ക് ഫ്രണ്ടിലുള്ള വ്യൂ കാണാൻ പറ്റും, സൈഡും കാണാൻ പറ്റും, 2 സൈഡും കാണാൻ പറ്റും. അപ്പോൾ നമ്മുടെ അണ്ണാൻ്റെ കൂട്ടിലേക്ക് കയറ്റിയിട്ട് നമുക്ക് അറിയാൻ പറ്റും കറക്റ്റായിട്ട് കുഞ്ഞുങ്ങളുണ്ടോ എന്ന്. ഇനി ഇതെങ്ങനെ വർക്ക് ചെയ്യിക്കണം അല്ലേ? നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഇങ്ങോട്ടേക്ക് ഇതിനെ പ്ലഗ് ഇൻ ചെയ്യണം. അതിന് മുമ്പ് നമ്മൾ ജസ്റ്റ് ഇതിൻ്റെ ഇത് നോക്കണേ. പ്ലഗ് ഇൻ ചെയ്തിട്ടുണ്ട്. പ്ലഗ് ഇൻ ചെയ്തിട്ട് ഈ സംഭവത്തിന് ഇങ്ങനെ തിരിച്ച് വെക്കുക. അതിനുശേഷം പവർ ഓൺ ചെയ്യുക ക്യാമറേനെ. ഇവിടെ ഒരു സ്വിച്ച് ഉണ്ട്. ഇതിന് ചാർജ് ഉണ്ടെന്ന് എനിക്ക് അറിയത്തില്ല. ചാർജ് ഉണ്ട് കേട്ടോ. ഇത് കണ്ടല്ലോ,
ഇതുണ്ടോ? ഇതുണ്ടോ? അതുകൂടാതെ ഇപ്പൊ നിങ്ങൾ നോക്കുവാണെങ്കിൽ ഇത് കണ്ടോണേ, ഇതിപ്പോ ക്യാമറയുടെ ഫ്രണ്ട് സൈഡ് 5 ഇങ്ങനെ പിടിച്ചു വെച്ചു. ഇപ്പൊ ചെറുക്കൻ ക്യാമറ എടുക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. കണ്ടല്ലോ നിങ്ങൾ എല്ലാവരും. അതിന്റെ കൂടെ നമ്മൾ ഈ ഒരു ബട്ടൺ ഞെക്കുവാണെങ്കിൽ ലെഫ്റ്റ് സൈഡായി, അപ്പുറത്ത് നിൽക്കുവാണെങ്കിൽ റൈറ്റ് സൈഡായി. ഇത് കണ്ടോ? നമുക്ക് ക്യാമറ ഇവിടുന്ന് ചേഞ്ച് ചെയ്യാനായിട്ട് ഇവിടെ ഒരാൾ ക്യാമറ എടുക്കാൻ വേണ്ടി എത്തിപ്പെട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇനി നമ്മുടെ കിളിക്കൂട്ടിലെ കിളികൾ എന്ത് ചെയ്യുന്നു എന്നുള്ളത് ഞാൻ ജസ്റ്റ് കയറി കാണിച്ചു തരാം. പിന്നെ ഈ ഒരു വയറുണ്ടല്ലോ, ഇത് കണ്ടോ? നല്ല അടിപൊളി സാധനമാണ്. നമ്മളെങ്കിലും മടക്കി കഴിഞ്ഞാൽ അങ്ങനെ മടങ്ങി അങ്ങ് ഇരുന്നോളും. ഇനിയിപ്പോൾ ഉണ്ടല്ലോ, നമ്മൾ ഈ ഒരു സംഭവം വെച്ചിട്ട് നമ്മുടെ കിളികളെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി പോവാണ്. പിന്നെ ഈ ഒരു ക്യാമറയ്ക്കുള്ള അഡ്വാൻറ്റേജ് ഉണ്ട്, ഇത് വാട്ടർ പ്രൂഫ് ആയിട്ടുള്ള ഒരു ക്യാമറയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് വെള്ളത്തിലൊക്കെ ഇടാം. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയ്ക്ക് നമ്മുടെ കിളിക്കൂടിനകത്ത് ഞാൻ പോയതിന് ശേഷം സംഭവിച്ച എല്ലാ കാര്യങ്ങളും വളരെ ഡീറ്റെയിൽഡ് ആയിട്ടും അതുപോലെ തന്നെ കിളികളിലൊക്കെ കൂടിനകത്ത് നമ്മൾ ഈ ഒരു ക്യാമറ ഇട്ട് നോക്കും കേട്ടോ. നമ്മൾ ആദ്യം ഉണ്ടല്ലോ നമ്മുടെ കിളികളിലെ കൂടിരിക്കുന്ന സ്ഥലത്തേക്ക് പോവാണ്. ഇവിടെയാണ് നമ്മുടെ കിളികളുടെ മെയിൻ സ്ഥലം. ഇനിയിപ്പോൾ നമുക്കുണ്ടല്ലോ, നമുക്ക് 2 മോഡാണുള്ളത്. ഇത് കണ്ടോണേ, ഒന്ന് ക്യാമറ മോഡ്. നിങ്ങൾ സൈഡ് നോക്കുവാണെങ്കിൽ ക്യാമറയുടെ സിമ്പിൾ കാണിക്കുന്നുണ്ട്. ഒന്നും കൂടെ ഞെക്കുവാണെങ്കിൽ ഇത് വീഡിയോ ആയി. നമ്മൾ ഈ എടുക്കുന്ന വീഡിയോ ഫുൾ റെക്കോർഡ് ചെയ്യാൻ വേണ്ടി പോകണം കേട്ടോ. അപ്പോൾ ഇത് പിടിച്ചോട്ടെ. അതിനുശേഷം ഞാൻ റെക്കോർഡ് ബട്ടൺ ഞെക്കുവാണ്. നമ്മുടെ ക്യാമറ ഫുൾ ചാർജ് ആണ്. നിങ്ങൾ സൈഡ് നോക്കുവാണെങ്കിൽ ഇതുണ്ട്, ഇവിടെ റെക്കോർഡിംഗ് കാണിക്കുന്നുണ്ട്. നമുക്ക് എല്ലാ കിളികളെയും കൂട്ടിലിട്ട് നോക്കാം കേട്ടോ. ആ കൂട്ടി മുട്ടയുണ്ടോ? അല്ല, ഒരു സെക്കൻഡ്. ഇനിയിപ്പോൾ നിങ്ങൾ കാണാൻ പോകുന്ന വിഷ്വൽസ് മൊത്തം നമ്മുടെ ഈ ഒരു ക്യാമറ എന്നുള്ള വിഷ്വൽസ് ആയിരിക്കും. നമ്മൾ ഈ ഒരു കൂട്ടിലേക്ക് ഇടാൻ വേണ്ടി പോവാണ്. ഇത് കണ്ടല്ലോ, എത്ര മുട്ടയുണ്ട്? 6 മുട്ടയുണ്ടല്ലേ? കിളി ഇരിപ്പുണ്ടോ? കിളിയില്ല. അപ്പൊ നമ്മുടെ ആ ഒരു കൂട്ടിൽ 6 മുട്ട ഇരിപ്പുണ്ട്. ജാവയുടെ കൂടാണ്. ഓ മൈ ഗോഡ് ഗൈസ്, നമുക്ക് ഇതുവരെ അമ്മ ഇങ്ങോട്ടേ നോക്കി 4 കുഞ്ഞ് വിരിഞ്ഞിട്ടുണ്ട്. എത്ര 4-5 കുഞ്ഞുങ്ങളുണ്ട്. രോമം പോലും കുറെ മുട്ട ഇരിപ്പുണ്ട്. ഇത് കണ്ടല്ലോ, നമ്മുടെ ജാവയുടെ കുട്ടികളാണ് അതിനകത്തുള്ളത്. ഇനി ഈ കൂടെ നമുക്ക് കാണാൻ പറ്റുന്ന മുട്ടയുണ്ടോ? അതിനകത്ത് മുട്ടയില്ല. മുട്ടയില്ല. ഓക്കെ, അപ്പൊ നമ്മൾ ഇതിനകത്ത് ഇട്ടു. അടുത്ത് ഇതിനകത്ത് മുട്ടയുണ്ടോ? 5 മുട്ടയുണ്ട്. താഴത്തെ കൂടുകളിലൊന്നും അതിനകത്ത് മുട്ടയുണ്ട്. 3 മുട്ടയുണ്ട്. 3 മുട്ടയുണ്ട്. അതിനകത്ത് 2, 4, 5 മുട്ട. 5 മുട്ട. വളരെ ക്ലിയർ ആയിട്ട് കാണാം. അടിപൊളി അടിപൊളി. അതിനകത്ത് 2, 4, 5 മുട്ട. 6 മുട്ട. അടിപൊളി. ഇനിയുണ്ടല്ലോ ഈ ബോക്സിലോ. അപ്പൊ ഈ ബോക്സ് നമുക്ക് ശരിക്കും പറഞ്ഞാൽ നോക്കാൻ പറ്റില്ല. അപ്പൊ നമ്മൾ ചെയ്യുന്ന വെച്ചാൽ നമ്മൾ ക്യാമറേനെ എടുത്തിട്ട് ഇതുണ്ടോ, ജസ്റ്റ് ഒന്ന് ഇതിനകത്തോട്ട് കയറ്റി വിടുവാണേ. കൂടെ ആയിക്കൊണ്ടിരിക്കുന്നുള്ളൂ. നമ്മുടെ ഷുഗർ ഗ്ലൈഡർ എവിടെയാ? നമ്മുടെ മണിയൻ ആൻഡ് ഫാമിലിനെ നമ്മൾ കണ്ട് കുറെ നാളായി. ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് മണിയൻ ആൻഡ് ഫാമിലിനെ കാണിച്ചു തരാം. ഇത് കണ്ടോണേ, ഡീറ്റെയിൽ ആയിട്ട് നോക്കാൻ വേണ്ടി പോവാണ്. ഇത് കുഞ്ഞാണത്. നോക്കി 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 ഒരു പിടിയില്ല. ഇതിനകത്ത് 3 പേരുണ്ട്. കുഞ്ഞുണ്ടോ ഇല്ല നമുക്ക് അറിയത്തില്ല. കുഞ്ഞുണ്ടെങ്കിൽ അവർ മാക്സിമം പൊതിഞ്ഞ് പിടിക്കത്തുള്ളൂ കേട്ടോ. ഇവർക്കൊരു പൗച്ച് പോലത്തെ ഒരു സംഭവം ഉണ്ട്, അതിനകത്ത് കയറിയിരിക്കും കുഞ്ഞ്. ഇവരിറങ്ങിയാൽ നമുക്ക് അറിയാൻ പറ്റത്തുള്ളൂ. അണ്ണാന്റെ കൂടെ ഇടാൻ പറ്റും. അണ്ണാന്റെ കൂടിനകത്ത് വലിയ കവറിങ് ഉണ്ട്. അവര് തന്നെ ഒരു വലിയ കൂട് ഉണ്ടാക്കി നമ്മളെ അടിപ്പിക്കാനാ കുഞ്ഞുള്ളതുകൊണ്ടാ. ആണോ? കാണോ? അതെ, പക്ഷെ കൂടിനകത്ത് വലിയ കൂടുണ്ട്. വേറെ ഈ ചകിരിയെല്ലാം ആണോ? ആണോ? അതിനകത്തിരിക്കുന്ന കുഞ്ഞിനെ നമുക്ക് ഒരിക്കലും കാണാൻ പറ്റത്തില്ല. ഈ ചിരട്ടയ്ക്ക് അകത്തിരിക്കും അല്ലേ? ചകിരി താഴോട്ട് കത്തിക്കും. പക്ഷെ മുകളിലോട്ട് നിന്റെ സൈഡ് പൊട്ടിക്കും. ഈ കൂടിനകത്തെ അവരിയ്ക്കുള്ളൂ. എടുത്തേക്കാം. ശരിക്കും നമ്മൾ കുറച്ച് നേരം കൂടി ഇരുന്ന് കഴിഞ്ഞാൽ അതിന്റെ മൂവ്മെന്റ് കാണാനായിട്ട് പറ്റും. ഇനിയിപ്പോൾ ആടെ കൂട്ടില്ല. അപ്പോൾ നോക്കണ്ടേ, അത്യാവശ്യമുള്ള നമ്മുടെ കിളിക്കൂട്ടിൽ കോക്കറ്റെയിലിന് കുഞ്ഞുങ്ങളുണ്ടായിരുന്നു കേട്ടോ. കോക്കറ്റെയിലിന് കുഞ്ഞുങ്ങൾ ഉണ്ടാവുന്നുണ്ട്. ഇത് കണ്ടോ, കറക്റ്റ് ആയിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും. നമ്മുടെ കോക്കറ്റെയിലിന്റെ കൂട്ടിൽ 3 മുട്ടയുണ്ട്. നമുക്ക് കോക്കറ്റെയിലിന് കുഞ്ഞുങ്ങൾ ഇറങ്ങുന്നുണ്ട് കേട്ടോ, കുറേ കുഞ്ഞുങ്ങൾ ഇറങ്ങുന്നുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ കണ്ടല്ലോ, നമ്മുടെ മരത്തിന്റെ ഇടയ്ക്കുള്ള കൂടുകളിലേക്ക് പോവാണ്. ഇതിനകത്ത് നമുക്കൊന്നും കാണാൻ പറ്റത്തില്ല. അതുകൊണ്ട് നമ്മൾ ക്യാമറ കയറ്റി വിടുവാണ്. ഇത് കണ്ടല്ലോ, മുട്ടയുണ്ടോ? ഇവിടെ ഒരു കൂടുണ്ട്. ഈ ഒരു കൂടെ നമുക്ക് ഒരിക്കലും നേരെ കാണാൻ പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മളിത് കയറ്റി വിടുവാണ്. ഇത് കണ്ടാണ്. മുട്ടയുണ്ടോ? അതെ, കൂടുണ്ടാക്കിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ. ഇനിയിപ്പോൾ ഈ ക്യാമറ വാട്ടർ പ്രൂഫ് ആണെന്ന് നമുക്കറിയണം. അതുകൊണ്ട് നമ്മളിത് വെള്ളത്തിൽ മുക്കാൻ വേണ്ടി പോവാണ്. അങ്ങനെയാണോ? ഇതുണ്ടോ?
മീനുകളൊക്കെ നമ്മുടെ ക്യാമറ അടുത്ത് നോക്കുവാണ്. ഇതിനകത്തൊരു വെറൈറ്റി മീനുണ്ട് കേട്ടോ. ഇത് കേട്ടോ, ഇത് നമ്മുടെ ഗൗരയല്ല ഇത്. അതുപോലെ തന്നെ ഉണ്ടല്ലോ നമ്മുടെ കുളത്തിൽ ഇഷ്ടം പോലെ ഗൗരിയുടെ കുഞ്ഞുങ്ങളുണ്ടായിട്ടുണ്ട്. ഞാൻ കാണിച്ചു തരാം. അപ്പോൾ കണ്ടാണ് നോക്കണേ. അതെ, വേറെ വേറെ കളറല്ലേ? ഇനിയിപ്പോൾ നമ്മൾ ആർക്കെങ്കിലും നമ്മുടെ കുളത്തിനടി കാണണോ? കുളത്തിനടി കാണാനായിട്ട് പറ്റിയ സാധനമാണ്. നമ്മൾ നമ്മുടെ കുളത്തിലേക്ക് ഈ ക്യാമറ വിടാൻ വേണ്ടി പോവാണ്. എല്ലാവരും നോക്കി വരുന്നോ എന്തൊക്കെ മീനുകളെ കാണാൻ പറ്റുമെന്ന്. മീനുകളെ കാണാമേ? ഇടട്ടെ? എന്നതിനെ ഇപ്പൊ കാണുന്നേ? ജയന്റ് ഗൗരിനെ കണ്ടോ ആരെങ്കിലും? ഇല്ല. ഉയ്യോ, ഒരു വെറൈറ്റി മീൻ. ഇതൊക്കെ നമ്മൾ ഇട്ടാൽ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ഓർക്കുന്നുണ്ടോ ഇതിനെയൊക്കെ? ഇതിനെ ഓർക്കുന്നുണ്ടോ? ഇതിനെ ഓർക്കുന്നുണ്ടോ? അപ്പേ ഇത് കണ്ടോ? നോക്കുന്നുണ്ടോ ക്യാമറയില്? ആ, ഇനി അരോണനെ കാണാം എല്ലാവർക്കും. അവൻ പോയിട്ടുണ്ട്. അപ്പൊ അടുത്ത മറ്റേ വെള്ളമീൻ ഉയ്യമാരൊക്കെ ഇപ്പോഴും ഉണ്ട് കേട്ടോ. ഞാൻ കാണിച്ചില്ലേ? നോക്കിയേ. അപ്പൊ ഗൗരവനെ കണ്ടോ? ഗൗരവ ഒന്ന് കടിച്ചു. വലുത് ഇത് കണ്ടോ? എന്തൊക്കെയോ വന്ന് കടിക്കുന്നുണ്ട് നമ്മുടെ ക്യാമറക്കിട്ട്. അപ്പോൾ നിങ്ങൾ അവിടെ വന്നു, ഞങ്ങൾ അടുത്ത സ്ഥലത്ത് പോയി നോക്കട്ടെ. നിങ്ങൾ അവിടെ വന്നു കേട്ടോ, തളത്ത് വന്നു. നമ്മൾ ക്യാമറയുടെ പൊസിഷൻ ഒന്ന് സെറ്റ് ചെയ്യട്ടെ. നമ്മളൊരു വെറൈറ്റി എക്സ്പെരിമെൻറ്റ് ചെയ്യാൻ വേണ്ടി പോകണം കേട്ടോ. ക്യാമറയെ ഞാൻ കറക്റ്റ് നേരെ ആക്കിയിട്ടുണ്ട്. നേരെയല്ലേ കാണുന്നത്? അപ്പോൾ നോക്കി, നേരെ കാണുന്നത്. റെക്കോർഡിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഏറ്റവും വെയിലുള്ള സ്ഥലത്തേക്ക് ഞാൻ ക്യാമറയെ ഏറ്റവും താഴത്തേക്ക് വിടുവാണ് കേട്ടോ. അങ്ങനെട്ടോ? അപ്പോൾ തീറ്റ് പിടിച്ചോ. ഞാൻ ക്യാമറയെ ഏറ്റവും താഴത്തേക്ക് വിടുവാണ്. ഓ, മീനെ കാണാൻ കേട്ടോ. അടി ചെറുതുണ്ടോ? ഇത്ര അടിയിൽ മീനെ കാണാം. എന്തോരം അടിയിലാണേലും. അപ്പേ ഈ ക്യാമറ അടുത്തോട്ട് തീറ്റിട്ടെ. ആ, ജസ്റ്റ് ഇത് നമ്മുടെ പെൽറ്റ് പോകുന്നുണ്ടോ? ഉയ്യോ, നമുക്ക് ഒരിക്കലും കാണാൻ പറ്റാത്ത കാഴ്ചകളാണ് ശരിക്കും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ കുളത്തിൻ്റെ മേളിൽ കൂടെ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ മീനുകൾ വന്ന് തീറ്റ എടുക്കുന്ന നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇച്ചിരിയും കൂടെ ക്യാമറേനെ താഴോട്ട് വിടുവാണ്. എന്തോ ഒരു മീൻ വന്നിട്ടുണ്ടല്ലോ നമ്മുടെ ക്യാമറയുടെ അടുത്ത് വന്ന് മുട്ടുന്നത്. ഓസ്കാർ ഞാൻ ഇവിടെ ഒന്ന് കാണിച്ചെടുത്തേ അവരെ. എന്തോ സാധനം നമ്മുടെ വെള്ളത്തിൽ ഇതൊന്നും തട്ടി ക്യാമറയിൽ. നമ്മുടെ കുളത്തിൻ്റെ ഈ ഒരു സൈഡിൽ ഇട്ട് നോക്കാൻ വേണ്ടി പോകാം. ഇല്ല, വെള്ളം പിടിച്ചാലും കുഴപ്പമില്ല. അതെ, ഈ കാണുന്ന ഈ കോക്കറ്റെയിൽ നമ്മുടെ കിളിക്കൂട്ടിൽ ഉണ്ടായതാണ്. നമ്മൾ ടേം ചെയ്തെടുത്ത നമ്മുടെ കോക്കറ്റെയിലാണ്. അവന് പേരിട്ടിരിക്കുന്നത് തക്കുടു എന്നാണ് കേട്ടോ. തക്കുടു പപ്പയുടെ ഏറ്റവും വലിയ ബെസ്റ്റ് ഫ്രണ്ടാണ്. ഇപ്പം നമ്മുടെ കോക്കു ഇവിടെ എവിടെയോ ഉണ്ട്. കോക്കു ഇതുവരെ വന്നിട്ടില്ല. തക്കുടു നമ്മുടെ പപ്പയുടെ ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ടാണേ. പപ്പേ, ഞാൻ ജസ്റ്റ് ഇനി ഇവിടെ ക്യാമറ ഈ കുളത്തിന് അടിത്തട്ടാണ് നമ്മളിപ്പോൾ കാണുന്നത്. പെല്ലിട്ട് കിടക്കുന്നുണ്ടോ? എനിക്ക് തോന്നുന്നത് നമ്മൾ കിളിക്കൂട്ടിലോട് മേടിച്ച ഏറ്റവും നല്ല സാധനങ്ങളിൽ ഒന്നായിരിക്കും ചിലപ്പോൾ ഇത് കേട്ടോ. നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് കുറേ പേര് ചോദിച്ചാണ് നമ്മുടെ കുളത്തിന് അടിയൊക്കെ ഒന്ന് കാണിക്കാമോന്ന്. അപ്പോൾ നമ്മൾ അന്ന് പോലെ നോക്കുന്നതാണ് ഏറ്റവും ഭംഗിയായിട്ട് അങ്ങനെ കാണിക്കുക. നമ്മൾ ഇറങ്ങിക്കഴിഞ്ഞാൽ വെള്ളം കലങ്ങും. അപ്പോൾ അത്രയും ക്ലിയർ ആയിട്ട് കാണിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ക്യാമറ മേടിച്ചത്. അരാപ്പായ്മയുടെ അതായത് ഞാൻ ഇടുന്നില്ല, ഡേഞ്ചർ ആയിരിക്കും. ക്യാമറയൊക്കെ ഒറ്റ ദിവസം കൊണ്ട് തീർക്കും. ഇനിയിപ്പോൾ ഈ ഒരു ക്യാമറയുടെ വേറൊരു യൂസ് ഉണ്ട്, ഞാൻ കാണിച്ചു തരാം. നമ്മൾ ഈ വണ്ടിയൊക്കെ പണിയുന്ന ആൾക്കാർക്ക് വണ്ടിയുടെ അകത്ത് ഇപ്പം സപ്പോസ് നമ്മളിപ്പോൾ ഒരു ആൾക്കാർക്ക് നോക്കിയാൽ കാണാൻ പറ്റാത്തൊരു സ്ഥലത്ത് എന്താണ് സംഭവിച്ചിരിക്കുന്നത്, വല്ല വാഷർ പൊട്ടിയിട്ടുണ്ടെന്നൊക്കെ നോക്കാനായിട്ട് ഇങ്ങനത്തെ ഇൻസ്പെക്ഷൻ ക്യാമറാസ് ഉപയോഗിക്കാറുണ്ട്. ഞാൻ ജസ്റ്റ് അതിൻ്റെ ഒരു യൂസ് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, ശരിക്കും പറഞ്ഞാൽ ഇത് അതിൻ്റെ ആവശ്യമുള്ള സാധനമല്ല, എന്നാലും നമുക്ക് നോക്കാം. ഇത് നമ്മുടെ ജിപ്സിയുടെ സൈലൻസറാണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് ക്യാമറ ഓൺ ആക്കട്ടെ. റെക്കോർഡ് ചെയ്യണം. ഇപ്പോൾ ഇതുണ്ടോ, നമുക്ക് ജിപ്സിയുടെ അടിയിൽ ഇതുണ്ടോ, ഇങ്ങനെയൊക്കെ നോക്കാനായിട്ട് പറ്റും. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഇപ്പോൾ ഇതിനിടയ്ക്കൂടെ കയറ്റി ക്യാമറേനെ കയറ്റി വിടണമെന്ന് വിചാരിക്കുക. ഇതുണ്ടോ, ഇതിന് ഇടയ്ക്ക് എന്താണ് തുരുമ്പുണ്ടോ, നമ്മുടെ സസ്പെൻഷൻ ഏതാണെന്ന് ഇതുണ്ടോ, നമുക്ക് സസ്പെൻഷൻ നോക്കണം. അടിയിൽ എന്തെങ്കിലും നോക്കണത്. അപ്പേ ഇതങ്ങനെയുണ്ട് സാധനം. അടിപൊളി. ഇങ്ങനെ നമ്മുടെ കിളിക്കൂട്ടിലെ കിളികളെയും മീനുകളെയും ഇത്രയും ക്ലീൻ ആയിട്ട് കാണാൻ പറ്റുമെന്ന് വിചാരിച്ചായിരുന്നു? ഇല്ലല്ലോ. അതുപോലെ നമ്മുടെ കുറേ സബ്സ്ക്രൈബേഴ്സ് പറയാം നമ്മുടെ കിളിക്കൂട്ടിൽ ഒരു CCTV ക്യാമറ വെക്കാനായിട്ട്. അത് വെക്കണം എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് കമൻറ്റ് ചെയ്യുക കേട്ടോ, നമുക്ക് വെക്കാവേ. നമ്മുടെ കിളിക്കൂടിൻ്റെ അകം ഇതുപോലെ കാണാൻ പറ്റുമെന്ന് വിചാരിച്ചായിരുന്നോ? ഇല്ലല്ലോ. ഇനി ഇത് കഴിഞ്ഞിട്ട് നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്ത് കഴിയുമ്പോഴേക്കും നമ്മൾ സ്ക്രീനിൽ കാണുമ്പോഴാണ് നമുക്ക് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് കാണാൻ പറ്റുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു അണ്ടർ വാട്ടർ ക്ലിപ്പ് ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യാതിരിക്കാൻ മറക്കരുത്. അതുപോലെ തന്നെ ഇങ്ങനത്തെ വീഡിയോസ് നമ്മുടെ ചാനലിൽ പുറകെ വരുന്നതാണ്. കിളിയുടെ മുട്ടയും കിളികളെ കണ്ടില്ലേ? സോറി, ലൈക്ക് ചെയ്യാതിരിക്കാൻ മറക്കരുത് കേട്ടോ.
അപ്പോൾ താങ്ക് യു സോ മച്ച്. നമ്മുടെ ഇന്നത്തെ വീഡിയോ നമ്മൾ ഇവിടെ കൊണ്ട് വൈൻഡപ്പ് ചെയ്യണം. അപ്പോൾ ഇറ്റ്സ് മീ 7 Siraj, അതുപോലെ തന്നെ ബിനോ ചാച്ചൻ, പപ്പ, മമ്മി, ചേച്ചി ചെറുക്കൻ അകത്തുണ്ട്, അഞ്ചു ക്ഷീണമായതുകൊണ്ട് കിടന്നു കേട്ടോ. നമ്മുടെ ശോഭ എന്നാ പറയുന്നു, അരാപ്പയ്മ കാര്യങ്ങളൊക്കെ ചോദിച്ചായിരുന്നു. അതല്ല, നിങ്ങൾക്ക് ആർക്കും പറ്റാത്ത എനിക്ക് പറ്റും. ഇതെല്ലാം താഴെ കളിച്ചില്ലേ